ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചൂടായ പാലിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്. ഇനി ഇത് ചൂടായതിന് ശേഷം 250 കപ്പിന് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ലിറ്റർ പാലാണ്. 250 കപ്പിന് 2 കപ്പ് പാല്, കൂടെ 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാൽ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, പിന്നെ 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും കൂടാതെ നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കണം. കട്ടകളൊന്നും കൂടാതെ നല്ല പോലെ കലക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് തിളച്ച് വരുന്ന ആ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒരുപാടങ്ങ് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കണം. ഇതുപോലെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ ചൂടാറി കിട്ടിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചെറുപഴം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കും. കൂടെ 2 ടേബിൾ സ്പൂൺ കുതിർത്തെടുത്ത ചിയ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത ക്യാരറ്റ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡേറ്റ്സ് കട്ട് ചെയ്തത്, പിന്നെ കുതിർത്തെടുത്ത കുറച്ച് ചിയ സീഡും കൂടെ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത് അത് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.